മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അത്യുന്നതമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. ഓൺലൈനിൽ ആക്റ്റീവായി നിൽക്കുന്ന മുസ്ലിം കമൻ്റ് തൊഴിലാളികളുടെ കാര്യം ബഹുവിശേഷമാണ്. ഇവരുടെ സ്വന്തം മതഗ്രന്ഥങ്ങൾ ഇവർ വായിച്ചിട്ടില്ല. ആരെങ്കിലും അത് വായിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാലോ ഉടനെ സ്വന്തം പ്രമാണങ്ങളെ ഇവർ തള്ളിപ്പറയുകയും ചെയ്യും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. കോയ എന്നൊരാളുടെ ദീർഘമായൊരു കമൻറ്റിൻ്റെ ആദ്യ പാരഗ്രാഫിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് സഹീഹുൽ ബുഖാരി അധ്യായ 63 ഹദീസ് നമ്പർ 1630 എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ഹദീസ് സെർച്ച് ചെയ്താൽ പോലും ലഭ്യമല്ല. അഥവാ ഇവൻ്റെ സ്വയം നിർമ്മിതിയാണ്. അല്ലെങ്കിൽ എപ്രകാരം സെർച്ച് ചെയ്താൽ ആയത് ലഭ്യമാകുമെന്ന് ഏതെങ്കിലും തന്തയ്ക്ക് പിറന്നവൻ അറിയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. സ്വന്തം മതഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കാതെ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി ഓടിച്ചാടി യുദ്ധഭൂമിയിലിറങ്ങുന്ന എല്ലാ ഭടന്മാർക്കും സംഭവിക്കുന്ന മണ്ടത്തരം തന്നെയാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ചർച്ചയ്ക്ക് വന്ന കാലം മുതലേ കേൾക്കുന്ന ഒരു ആരോപണമാണ് അനിൽകുമാർ അയ്യപ്പൻ ഒരു ഹദീസ് നിർമ്മാണ ഫാക്ടറിയാണ് എന്നുള്ളത്. അന്നൊന്നും ഈ 3G ഒന്നും എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ 4Gയിലാണല്ലോ. അന്ന് 3G പോലും എത്തിയിട്ടില്ല. 2Gയിലുള്ള കാലമാണ്. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു ഹദീസ് ഇട്ട് അന്നേരെ ഉമ്മാർ വന്നിട്ട് പറയും ഇതൊന്നും ഞങ്ങളുടെ പ്രമാണത്തിലില്ല, ഇതൊക്കെ ഈ ദജ്ജാലിൻ്റെ സ്വയം നിർമ്മിതിയാണെന്ന്. അത് കേട്ട് മടുത്തപ്പോഴാണ് ഞാൻ ആദ്യമായി ഒരു സ്കാനർ വാങ്ങുന്നത്. എനിക്ക് ആ സമയത്ത് പ്രത്യേകിച്ച് സ്കാനറിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല, മറ്റേതെങ്കിലും ആവശ്യത്തിന്, ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. കാരണം ഞാൻ ഇവരുടെ പുസ്തകം വായിച്ച് അതിലുള്ള ഹദീസാണ് കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് ഇടുന്നത്. അന്നേരം പറയുന്നത് ഇത് അനിൽകുമാറിൻ്റെ സ്വന്തമാണ്, ഇങ്ങനെയൊന്നും ഞങ്ങളുടെ പ്രമാണത്തിലില്ല എന്ന്. അപ്പോൾ ഞാൻ ഉദ്ധരിക്കുന്ന ഹദീസുകളെല്ലാം അതിനുശേഷം ഞാൻ സ്കാൻ ചെയ്ത് ഇടാൻ തുടങ്ങി. അന്ന് 2G ആണെന്ന് ഓർക്കണം. 2Gയിൽ ഇത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വളരെ സ്ലോ ആണ്. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് അതൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞതോടെയാണ് ഇവർ ഈ ഹദീസ് നിർമ്മാണ ഫാക്ടറിയാണ് അനിൽകുമാർ എന്നുള്ള ആരോപണം കുറച്ചെങ്കിലും അവസാനിപ്പിച്ചത്. ഇപ്പോൾ ഇവിടെ ഈ കോയ പറയുന്നത് സഹീഹുൽ ബുഖാരി അധ്യായ 63 ഹദീസ് നമ്പർ 1630 എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ഹദീസ് സെർച്ച് ചെയ്താൽ പോലും ലഭ്യമല്ലെന്നാണ്. അത് ലഭ്യമല്ലാതിരിക്കുന്നതിന് കാരണം ഞാനല്ല. നിങ്ങളുടെ ആളുകളോട് ആ ഹദീസുകളൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇടാൻ പറ. ഇടുമ്പോൾ റെഫറൻസ് കൃത്യമായിട്ട് കൊടുക്കാനും പറ. ഒരു ഹദീസിന് അറബിയിലുള്ള റെഫറൻസ് നമ്പർ അല്ല ഇംഗ്ലീഷിലുണ്ടാവുക, ഇംഗ്ലീഷിലുള്ള റെഫറൻസ് നമ്പർ അല്ല മലയാളത്തിലുണ്ടാവുക, മലയാളത്തിലുള്ള റെഫറൻസ് നമ്പർ അല്ല തമിഴിലുണ്ടാവുക, തമിഴിലുള്ള റെഫറൻസ് നമ്പർ അല്ല തെലുങ്കിലുണ്ടാവുക, തെലുങ്കിലുള്ള റെഫറൻസ് നമ്പർ ആയിരിക്കില്ല ഹിന്ദിയിലുണ്ടാകുന്നത്. ഇങ്ങനെ ലോകത്ത് ഏതൊക്കെ ഭാഷകളിലേക്ക് ഇവരുടെ ഹദീസുകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടോ അതിലെല്ലാം ഈ ഹദീസ് നമ്പറുകൾ വ്യത്യസ്തമായിട്ടായിരിക്കും ഇവർ കൊടുക്കുക. കൃത്യമായിട്ട് ഒരു ക്രമമായ നിലയിൽ ഒരിക്കലും അതുണ്ടാവുകയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ റെഫറൻസ് നമ്പർ മാറ്റുന്നതെന്ന് ചോദിച്ചാൽ ഇസ്ലാമിൻ്റെ ഇരകളായ മുസ്ലിങ്ങൾ ആ ഹദീസുകൾ ഒരിക്കലും കണ്ടുപിടിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. സ്വന്തം മതത്തിലെ ആളുകളിൽ നിന്ന് തന്നെ സ്വന്തം മതത്തിലെ പ്രമാണഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ മറച്ചു പിടിക്കേണ്ടുന്ന സ്ഥിതിയാണ് ഇവർക്കുള്ളത്. എൻ്റെ കൈവശമുള്ള സ്വഹീഹ് മുസ്ലിമിൻ്റെ മലയാള പരിഭാഷ അത് പുറത്തിറക്കിയിരിക്കുന്നത് മഞ്ചേരിയിലുള്ള ഇൻസാഫ് പബ്ലിക്കേഷനാണ്. അവർ ഓരോ ഹദീസുകൾക്കും നൽകിയിരിക്കുന്ന റെഫറൻസ് നമ്പർ അല്ല വേറെ. ഇപ്പോൾ ഉദാഹരണത്തിന് IPH, അതായത് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ IPH ഇറക്കിയിരിക്കുന്ന സ്വഹീഹ് മുസ്ലിം നോക്കിക്കഴിഞ്ഞാൽ ഈ റെഫറൻസ് നമ്പർ അല്ല ഇതിനകത്തുള്ളത്. ഈ നമ്പറിൽ കാണുന്ന ഹദീസുകൾ അവിടെ കാണുകയില്ല, വേറെ ഏതെങ്കിലും നമ്പറിലൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ തൃശ്ശൂരിലെ ആമിന ബുക്ക് സ്റ്റാളുകാർ അവർ സ്വഹീഹ് മുസ്ലിം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതല്ല കാണുക. അല്ലെങ്കിൽ തിരൂരങ്ങാടി പ്രിൻറ്റേഴ്സ് അവരിറക്കിയിരിക്കുന്നതിൽ ഇതല്ല. ഓരോ ഇസ്ലാമിക പ്രസാധകരും ഇറക്കിയിരിക്കുന്ന സ്വഹീഹ് മുസ്ലിം എൻ്റെ കൈവശമുള്ള സ്വഹീഹ് മുസ്ലിമിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ കൈവശമുള്ള സ്വഹീഹ് ബുഖാരിയുടെ മലയാള പരിഭാഷ ശ്രീ CN അഹമ്മദ് മൗലവി തർജ്ജമ ചെയ്ത് കോഴിക്കോടുള്ള അൽഹുദ ബുക്സ് പരിഷ്കരിച്ച 7ാം പതിപ്പാണിത്. അതിന് മുമ്പുള്ള 6 പതിപ്പിലുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഇതേ റെഫറൻസ് നമ്പർ അതിനകത്ത് ചിലപ്പോൾ കാണണമെന്നില്ല. ഇനി വേറെ പ്രസാധകർ ഇറക്കിയിരിക്കുന്ന സ്വഹീഹ് ബുഖാരിയുടെ മലയാള പരിഭാഷയിൽ എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ പരിഭാഷയിലുള്ള റെഫറൻസ് നമ്പറിൽ
ഇതിൽ പറയുന്ന ഹദീസുകൾ അവിടെ കാണുകയില്ല. ചിലപ്പോൾ ഇതിലുള്ള ഹദീസേ അവിടെ കാണുകയില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ തന്നെ വേറെ ഏതെങ്കിലും റെഫറൻസ് നമ്പറിലായിരിക്കും. അതുപോലെ തന്നെ ആ പരിഭാഷയിലുള്ള പല ഹദീസുകളും ഇതിനകത്ത് ഉണ്ടാവുകയില്ല. അതിനകത്തുള്ള നമ്പറിൽ ഇതിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും കാണുകയില്ല. അപ്പോൾ ഇവരിത് മൊത്തം സെൻസർ ചെയ്തും എഡിറ്റ് ചെയ്തും കട്ട് ചെയ്ത് കളഞ്ഞൊക്കെയാണ് ഇവർ ഇറക്കുന്നത്. എന്നിട്ട് നമ്പറുകൾ അങ്ങ് മാറ്റിയിടുകയും ചെയ്യും. ഒറിജിനൽ സ്വഹീഹ് ബുഖാരിയിൽ മൊത്തം 99 അധ്യായങ്ങളാണുള്ളത്. 99 അധ്യായം. അവസാനത്തേത് തൗഹീദ് എന്ന് പറയുന്ന അധ്യായമാണ്. എന്നാൽ ശ്രീ CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷയിൽ 94 അധ്യായങ്ങളേ ഉള്ളൂ. 94 അധ്യായങ്ങൾ. 5 അധ്യായങ്ങളാണ് വളരെ നൈസായിട്ട് ഇവരാരും അറിയാതെ അങ്ങ് ഒഴിവാക്കി കളഞ്ഞിരിക്കുന്നത്. 5 അധ്യായങ്ങൾ. ഇനി 5 അധ്യായങ്ങൾ മാത്രമല്ല, മറ്റ് അധ്യായങ്ങളിലുള്ള ഹദീസുകളും ഇതേപോലെ ഇവർ മുക്കിയിട്ടുണ്ട്. ഇവരത് കട്ട് ചെയ്ത് കളഞ്ഞു. സ്വഹീഹ് ബുഖാരിയിലുള്ളത് 7563 ഹദീസുകളാണ്. 7563. അതിൽ 2230 എണ്ണം ആവർത്തനമാണ്. അതായത് ഒരു ഹദീസ് തന്നെ വേറെയും പല ആളുകളാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നതാണ്. അതല്ലെങ്കിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് ബുഖാരി ഇപ്പോൾ ആ വിഷയത്തിന് ഒരു തെളിവായിട്ടൊരു ഹദീസ് ഉദ്ധരിക്കുന്നു, അത് ഉൾപ്പെടുത്തി. പിന്നെ വേറൊരു വിഷയത്തിൽ ചിലപ്പോൾ ആ ഹദീസ് വേറൊരു വിഷയത്തിനും തെളിവായിരിക്കും. അപ്പോൾ ആ വിഷയത്തെ പറ്റി പറയുമ്പോൾ അപ്പോഴും ആ ഹദീസ് ഉൾപ്പെടുത്തി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ 2230 ഹദീസുകൾ ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 7563 നിന്ന് ആവർത്തനമുള്ള 2230 ഹദീസുകൾ ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് 5333 ഹദീസുകളാണ്. അപ്പോൾ ആവർത്തനമുള്ള ഹദീസുകളൊക്കെ ഒഴിവാക്കി ബാക്കി ഹദീസുകളാണ് ഇവർ പരിഭാഷപ്പെടുത്തുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആ 5333 ഹദീസുകളെങ്കിലും ഇവർ പരിഭാഷപ്പെടുത്തണ്ടേ? അതല്ലേ സ്വന്തം മതവിശ്വാസികളോടും ഈ മതത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അന്യമതസ്ഥരോടും കാണിക്കുന്ന മാന്യത അല്ലേ ചെയ്യേണ്ടത്? പക്ഷെ അങ്ങനെ ഒരു മാന്യത എന്താണെന്ന് പോലും ഇവരുടെ പണ്ഡിതന്മാർക്കറിയില്ല. ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് അങ്ങനെ ഒരു മാന്യത എന്താണെന്ന് കേട്ടുകേൾവി പോലുമില്ല. എൻ്റെ കൈവശമുള്ള CN അഹമ്മദ് മൗലവിയുടെ സ്വഹീഹുൽ ബുഖാരി മലയാള പരിഭാഷയിൽ എത്ര ഹദീസുകളാണുള്ളതെന്ന് അറിയാമോ? 7563 ഒറിജിനലിലുള്ളത് മൊത്തം. അതിൽ ആവർത്തനം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 5333 ഹദീസുകൾ. പക്ഷേ ഇവരിറക്കിയിരിക്കുന്ന എത്രയാണെന്ന് അറിയാമോ? 2182 ഹദീസുകൾ മാത്രമാണ് ഇവർ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതും ആവർത്തനമുള്ള ഹദീസുകളാണെന്ന് ഓർക്കണം കേട്ടോ. ആവർത്തനമൊക്കെ ഒഴിവാക്കി ബാക്കിയുള്ള 5000 ചില ഹദീസിൽ നല്ലത് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ആവർത്തനമുള്ള ഹദീസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തം 7563 നിന്നും 2182 ഹദീസുകൾ മാത്രമേ ഇവർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളൂ. 5381 ഹദീസുകളാണ് ഇവർ സെൻസറിങ് നടത്തി തട്ടിക്കളഞ്ഞിരിക്കുന്നത്. ഇവർ ഒഴിവാക്കി കളഞ്ഞിരിക്കുകയാണ്, വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടിരിക്കുക. എന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇങ്ങനെ ചെയ്യാൻ ഇതൊക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി വെച്ചാൽ ചിന്താശേഷിയുള്ള മുസ്ലിങ്ങൾ അതോടെ ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോകും. പിന്നെ അവൻ ഒരിക്കലും മുഹമ്മദിനെ മാനവരിൽ മഹോന്നതൻ എന്ന് പറഞ്ഞ് നടക്കുകയില്ല. മുഹമ്മദിന്റെ മാതൃക എനിക്ക് വേണ്ടേ വേണ്ട എന്നും പറഞ്ഞ് അവൻ ഇസ്ലാം മതത്തെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് അവൻ്റെ പാട്ടിന് പോകും. സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം, ഇന്ന് കേരളത്തിലെ നിരീശ്വരവാദികളിൽ ഏറ്റവും കൂടുതലുള്ളത് ഇസ്ലാം ഉപേക്ഷിച്ച് വന്ന ആളുകളാണ്, എക്സ് മുസ്ലിങ്ങളാണ്. ഒരു കാലത്ത് കേരളത്തിലെ നിരീശ്വരവാദികളിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് വന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്ന് കഥ മാറി. 2 കാര്യങ്ങളാണ് ഒരേ സമയത്ത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചത്. ഇന്റർനെറ്റിന്റെ വരവും മുസ്ലിം സമുദായം സെക്കുലർ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തത് ഏതാണ്ട് ഒരേ കാലത്താണ്. അതുവരെ ഇവരിതുപോലെ സെൻസറിങ് നടത്തി മുസ്ലിങ്ങളുടെ കണ്ണിൽ നിന്നും മറച്ചു വച്ചിരുന്ന ഹദീസുകൾ യാതൊരു സെൻസറിങ്ങും ഇല്ലാതെ ഇന്റർനെറ്റിൽ നിന്ന് അവർക്ക് കിട്ടാൻ തുടങ്ങി. ഇത് ക്രിസ്ത്യാനികളുടെയോ നിരീശ്വരവാദികളുടെയോ ഒന്നും പരിഭാഷയല്ല. സൗദി ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഇസ്ലാമിക് വെബ്സൈറ്റുകളിൽ നിന്നാണ് ഈ ഹദീസുകളൊക്കെ അവർക്ക് കിട്ടിയത്. അപ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വിവരം വെച്ചു. ഇസ്ലാം എന്താണെന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായി. മുഹമ്മദ് എങ്ങനെയുള്ളവനാണെന്നും പിടികിട്ടി. അവർ ഇസ്ലാം ഉപേക്ഷിച്ചു പോയി. ഇതെല്ലാം മലയാളത്തിലേക്ക് യാതൊരു സെൻസറിങ്ങും ഇല്ലാതെ പരിഭാഷപ്പെടുത്തിയാൽ ചിന്താശേഷിയില്ലാത്ത മുസ്ലിങ്ങൾക്ക്, അതായത് ചിന്താശേഷിയുള്ളവരെല്ലാം ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ബാക്കി ഈ മതത്തിനകത്ത് അവശേഷിക്കുന്നവർ അത് ചിന്താശേഷിയില്ലാത്ത മുസ്ലിങ്ങളാണ്. അങ്ങനെയുള്ള ആ ചിന്താശേഷിയില്ലാത്ത മുസ്ലിങ്ങൾക്ക്
തല കുനിച്ചല്ലാതെ അമുസ്ലിങ്ങളുടെ മുമ്പാകെ നിൽക്കാനും പറ്റില്ല. ഇതൊക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി വെച്ച ഇവരുടെ പ്രവാചകൻ മഹാനവരിൽ മഹോന്നതനാണെന്നൊക്കെയുള്ള തള്ളുകളുണ്ടല്ല, അത്തരം തള്ളുകൾ കേൾക്കുമ്പോൾ അമുസ്ലിങ്ങൾ ഇവരെ ആട്ടിവിടും. അത്ര വൃത്തികെട്ട കാര്യങ്ങളാണ് ഇവരുടെ പ്രവാചകൻ എന്ന് പറഞ്ഞ ആള് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇക്കൂട്ടർ സ്വഹീഹ് ബുഖാരിയിലുള്ള 5381 ഹദീസുകൾ സെൻസറിങ് നടത്തി കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ളത് മാത്രം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അതായത് മുഹമ്മദിൻ്റെ ഇമേജിന് കോട്ടം തട്ടരുത്, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെച്ച് അദ്ദേഹം വെറും വൃത്തികെട്ട ഒരു മനുഷ്യനായിരുന്നു എന്നുള്ള സത്യം ലോകം അറിയരുത് എന്ന ആഗ്രഹത്തിലാണ് ഇവരിങ്ങനെ ചെയ്തത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. മുഹമ്മദിന് അപമാനകരമാകൂ എന്ന് മനസ്സിലാക്കിയവർ സെൻസറിങ് നടത്തി ഒഴിവാക്കി കളഞ്ഞതിന് ശേഷം ബാക്കി വന്ന ഹദീസുകളിൽ നിന്ന് ഞങ്ങൾ ഓരോ കാര്യം പറഞ്ഞപ്പോഴേക്കും ഇവരിങ്ങനെ കിടന്ന് കരയുകയാണെങ്കിൽ, സെൻസറിങ് നടത്താത്ത ഒറിജിനൽ കിതാബിൽ നിന്ന് ഞങ്ങൾ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ഇവരൊക്കെ ഇപ്പോൾ ഹൃദയം പൊട്ടി തട്ടിപ്പോകുമായിരുന്നു. സ്വന്തം മതത്തിന്റെ പ്രമാണങ്ങൾ പോലും ആ മതത്തിലെ വിശ്വാസികളുടെ കണ്ണിൽ നിന്നും മറച്ചു പിടിക്കേണ്ട ഗതികേടിൽ കഴിയുന്നവരാണ് ഹാരിസ് മദനി അടക്കമുള്ള ഇസ്ലാമിക പൗരോഹിത്യ വൃന്ദങ്ങളെല്ലാവരും. അങ്ങനെയുള്ളൊരു മതത്തിൽ കുരുടന്മാരായി കഴിയേണ്ട ദുർഗതിയിലാണ് മുസ്ലിങ്ങളും ഉള്ളത്. ബൈബിളിൽ ഒരു കാര്യം എഴുതി വച്ചിട്ടുണ്ട്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്ന് ബൈബിൾ പറയുന്നത് വെറുതെ അല്ല. ഇവരെ പോലെയുള്ളവരൊക്കെ ഉദാഹരണമായി നമ്മുടെ മുമ്പാകെ നിർത്തിക്കൊണ്ടാണ് ബൈബിൾ അത് പറയുന്നത്. ഈ ഹദീസുകൾ കട്ട് ചെയ്ത് കളയുക മാത്രമല്ല, വേറൊരു തരികിടയും കൂടി ഇവർ ഒപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രസാധകരും തങ്ങളുടെ ഹദീസ് പരിഭാഷകളിൽ ഹദീസുകളുടെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ കൈവശമുള്ള സ്വഹീഹ് ബുഖാരിയുടെ പരിഭാഷയിൽ 15-ാം നമ്പർ, ഇപ്പോൾ 5-ാം അധ്യായം 15-ാം നമ്പറിലുള്ള ഹദീസ് മറ്റൊരു പ്രസാധകന്റെ പരിഭാഷയിൽ നമ്മളെടുത്ത് നോക്കിയിട്ട് അതിൽ 5-ാം അധ്യായം 15-ാം നമ്പർ ഹദീസ് ഏതാണെന്ന് നോക്കിയാൽ ഇതായിരിക്കില്ല, എൻ്റെ കയ്യിലുള്ളതായിരിക്കില്ല. ചിലപ്പോൾ ഈ ഹദീസെ അവിടെ കാണില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് കിടക്കുന്നത് ചിലപ്പോൾ 40-ാം നമ്പറിലോ 50-ാം നമ്പറിലോ അല്ലെങ്കിൽ 20-ാം നമ്പറിലോ 30-ാം നമ്പറിലോ അല്ലെങ്കിൽ 10-ാം നമ്പറിലോ അങ്ങനെ വേറെ എവിടെയെങ്കിലും ആയിട്ടായിരിക്കും. ഒരിക്കലും ഇതിനുള്ളത് പോലെ തന്നെ അതിൽ കിടക്കുകയില്ല. അതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ തരികിട പരിപാടി ഇവർ കാണിക്കുന്നത് പറയാം. ഇസ്ലാമിനെ തുറന്നു കാണിക്കുന്ന ഒരു വ്യക്തി, ഒരു ഇസ്ലാമിക ജബ്ബാർ മാഷെ പോലെയൊക്കെയുള്ള ഒരു ഇസ്ലാമിക വിമർശകനോ അല്ലെങ്കിൽ എന്നെ പോലെ സാഹചര്യത്തിൻ്റെ നിർബന്ധിതാവസ്ഥ കൊണ്ട് എം അക്ബർ പോലെയുള്ളവരൊക്കെ കൊണ്ട് ഇതിന് ഇസ്ലാമിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്ന എന്നെ പോലുള്ളവരോ ഞങ്ങളുടെ കൈവശമുള്ള സ്വഹീഹ് ബുഖാരിയുടെ മലയാള പരിഭാഷയിൽ നിന്നും ഒരു ഹദീസ് റഫറൻസ് നമ്പർ സഹിതം പറഞ്ഞാലും മുസ്ലിങ്ങളുടെ കൈവശം ഇരിക്കുന്നത് മറ്റൊരു പ്രസാധകൻ ഇറക്കിയ ബുഖാരി പരിഭാഷയാണെങ്കിൽ ഈ പറഞ്ഞ റഫറൻസ് അവൻ പോയി അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കിട്ടാൻ പാടില്ല, അവന് കിട്ടരുത്. ചിലപ്പോൾ ഈ ഹദീസെ മറ്റോ കൂട്ടർ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടാവില്ല, അവർ സെൻസറിങ് നടത്തി അത് ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ടാവും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പറിലായിരിക്കും ഈ ഹദീസ് കിടക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒരു മുസ്ലിം അവൻ്റെ കൈവശം ഇരിക്കുന്ന സ്വഹീഹ് ബുഖാരിയുടെ മലയാള പരിഭാഷയിൽ അവൻ നോക്കുമ്പോൾ ഈ പറഞ്ഞ റഫറൻസ് നമ്പറിൽ അവിടെ ഒരു ഹദീസ് കാണില്ല. അപ്പോൾ അവരെന്താ വിചാരിക്കുക? ഞങ്ങൾ നുണ പറയുകയാണ്, ഞങ്ങൾ വ്യാജമായ ഹദീസാണ് പറയുന്നത്, ഇല്ലാത്ത ഹദീസ് ഞങ്ങൾ ഉണ്ടാക്കി പറയുകയാണെന്ന്. അപ്പം ഞങ്ങൾ കള്ളനുമായി, പിന്നെ മുഹമ്മദ് അവൻ്റെ കണ്ണിൽ ഒന്നും കൂടി ഡീസൻ്റായി. കാരണം ഞങ്ങളുടെ നബിയോടുള്ള വിരോധവും ഇസ്ലാമോഫോബിയും ഒക്കെ മൂത്ത് ഇവന്മാരിതാ പാവം നബിക്കെതിരെ അനാവശ്യമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്, അദ്ദേഹത്തെ സമൂഹത്തിൻ്റെ മുമ്പാകെ അപമാനിക്കാൻ നോക്കുകയാണെന്നൊക്കെ ആയിരിക്കും അവൻ ചിന്തിക്കുക. അവൻ പിന്നെ ഇസ്ലാമിൽ തന്നെ തുടരും. തുടരുമെന്ന് മാത്രമല്ല, ഇത് പറഞ്ഞ ഞങ്ങളൊക്കെ അവൻ്റെ മുമ്പിൽ കള്ളന്മാരായി. പിന്നെ ഒരിക്കലും ഞങ്ങൾ പറയുന്ന ഒന്നും അവൻ വിശ്വസിക്കുകയില്ല. അപ്പോൾ ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക പ്രസാധകരും തങ്ങൾ പരിഭാഷപ്പെടുന്ന ഹദീസുകളുടെ റഫറൻസ് നമ്പർ മാറ്റിമറിക്കുന്നത്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞ് ചിന്താശേഷിയുള്ള മുസ്ലിങ്ങൾ ഇസ്ലാം മതത്തിൽ നിന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ തട്ടിപ്പ് കാണിക്കുന്നത്. സ്വന്തം മതത്തിലുള്ളവരെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇതുപോലെയുള്ള പല തട്ടിപ്പുകളും നടത്തേണ്ട ഗതികേടിലാണ് ഹാരിസ് മദനി അടക്കമുള്ള എല്ലാ ഇസ്ലാമിക പണ്ഡിതന്മാരും ഉള്ളത്. ഇവരുടെ സ്ഥിതി ഇങ്ങനെയാണ്. sunna.com എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ഒരു ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഒരു ഹദീസിന്
കുറഞ്ഞത് 3 റെഫറൻസ് നമ്പർ നൽകിയിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു ഹദീസിന് 3 റെഫറൻസ് നമ്പർ. അതായത് അറബിയിലുള്ള 2 റെഫറൻസ് നമ്പറും ഇംഗ്ലീഷിലുള്ള 1 റെഫറൻസ് നമ്പറുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ അറബിയിലുള്ള 2 റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചരിത്രം എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ഞാൻ വിശദീകരിച്ചു തരാം. ചരിത്രം, ഈ ബുഖാരി ഹദീസുകളൊക്കെ ശേഖരിച്ച് പുസ്തക രൂപത്തിലാക്കിയപ്പോൾ ഇന്നത്തേതുപോലെ അത് വോളിയങ്ങളോ അധ്യായങ്ങളോ ഒന്നും അതിനുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊരു ഹദീസിന്റെ റെഫറൻസ് പറയുമ്പോൾ സഹീഹ് ബുഖാരി വോളിയം ഇത്ര, ബുക്ക് ഇത്ര, ഹദീസ് നമ്പർ ഇത്ര, അങ്ങനെയാണല്ലോ പറയുന്നത്. ഈ ക്രമം ഒന്നും ബുഖാരി ഹദീസുകൾ ശേഖരിക്കുന്ന സമയത്ത്, ശേഖരിച്ച് തൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ്. ഇന്ന് കാണുന്ന വോളിയങ്ങളും അധ്യായങ്ങളും ഒക്കെ ആയി ഹദീസുകളെ ഓർഡറിലാക്കിയത് പിൽക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ ബുഖാരി കഴിഞ്ഞ അടുത്ത നൂറ്റാണ്ടിൽ, അതിൻ്റെ അടുത്ത നൂറ്റാണ്ടിൽ ഒന്നും അല്ലാട്ടാ, നമ്മുടെ തൊട്ട് മുമ്പുള്ള 20-ാം നൂറ്റാണ്ടിലാണ്, 100 കൊല്ലം പോലും ആയിട്ടില്ല, ഇന്ന് കാണുന്ന വിധത്തിൽ ഹദീസുകളെ ഓർഡറിലാക്കിയിട്ട്, ക്രമത്തിലാക്കിയിട്ട്. ഇനി അങ്ങനെ ഓർഡറിലാക്കിയത് മുസ്ലിം പണ്ഡിതന്മാരും അല്ല, അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. മുസ്ലിം പണ്ഡിതന്മാര് അത് ചെയ്യാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അല്ല, ചില ആളുകൾ ഇതിനൊന്ന് ഓർഡറിലാക്കാൻ വേണ്ടി ഒരു രക്ഷയുണ്ടായില്ല. അവർ തല കുത്തി നിന്ന് പരിശ്രമിച്ചതല്ലാതെ നടന്നില്ല. ഇതൊന്നും ഓർഡറാക്കാൻ പറ്റുന്നില്ല അവർക്ക്. ഭൂരിഭാഗം പേരും ഇത് ഓർഡർ ആക്കരുത് എന്നുള്ള അഭിപ്രായക്കാരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ ഉള്ള ഒരുത്തം വായിച്ചാൽ അവനിത് മനസ്സിലാകാൻ പാടില്ല. പുറമേ ഉള്ള ഒരുത്തനെന്ന് പറയുന്നത് അമുസ്ലിമിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ. അമുസ്ലിമിന് ഇത് വായിച്ചാൽ മനസ്സിലാകരുത്. മുസ്ലിങ്ങളിൽ തന്നെ ഇവരുടെ ഈ പൗരോഹിത്യ വൃന്ദത്തിനകത്ത്, ഇവരുടെ ഈ പണ്ഡിത വിഭാഗങ്ങൾക്കകത്തല്ലാതെ പുറത്തുള്ള ഒരു മുസ്ലിം വായിച്ചാൽ പോലും ഇത് അവന് മനസ്സിലാകരുത്. അവൻ്റെ തല പെരുക്കണം. ആകെ കുഴഞ്ഞു മറിഞ്ഞ് ചക്കക്കൂട്ടാൻ പോലെയായിരുന്നു. കൂഴച്ചക്ക കുഴഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടല്ലോ, അതുപോലെ ആയിരുന്നു ഈ ഹദീസുകൾ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടന്നിരുന്നത്. അതുകൊണ്ടാണ് അവരത് ഈ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ അടുക്കും ചിട്ടയുമുള്ള വിധത്തിൽ ഒന്ന് ക്രോഡീകരിക്കാൻ അവർ ശ്രമിക്കാതിരുന്നത്. ക്രോഡീകരിക്കാൻ ശ്രമിച്ച വിരലിലെണ്ണാവുന്ന ചില ആളുകളുണ്ട്, പക്ഷെ അവർക്കത് നടന്നുമില്ല. അപ്പോൾ പിന്നെ ആരാണെന്നറിയാമോ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇത് ക്രോഡീകരിച്ചത്? ഇന്ന് കാണുന്ന വിധത്തിൽ ഹദീസുകളൊക്കെ ഒന്ന് ക്രോഡീകരിച്ചു കൊടുത്തത് ആരാണെന്നറിയണ്ടേ? മറ്റാരുമല്ല, ഒരു ക്രിസ്ത്യാനിയാണ്. ഇത് ചെയ്തു കൊടുത്തത്. അത് യൂറോപ്യൻ ക്രിസ്ത്യാനി. സ്വന്തം മതഗ്രന്ഥത്തിലെ കാര്യങ്ങൾ മറ്റുള്ളവർ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടരെ നിങ്ങൾക്കറിയാമോ? മുസ്ലിങ്ങൾ അങ്ങനെയുള്ളവരാണ്. മുസ്ലിങ്ങൾ വെച്ച് സാധാരണ മുസ്ലിങ്ങളല്ല, ഇസ്ലാമിക പണ്ഡിതന്മാര്. അതുകൊണ്ടാണ് ഇന്നും ഈ പരിഭാഷകൾ ഇറക്കുന്ന സമയത്ത് ഇവർ ഇതുപോലെയുള്ള പല തട്ടിപ്പുകളും കാണിക്കുന്നത്. ഹദീസുകളെ ഇന്ന് കാണുന്ന വിധത്തിൽ ക്രോഡീകരിച്ച് നൽകിയിരിക്കുന്നത് ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, തെളിവ് ഇപ്പം തരാം. എൻ്റെ കൈവശമുള്ള സ്വഹീഹുൽ ബുഖാരി മലയാള പരിഭാഷയുടെ മുഖവുരയിൽ ശ്രീ CN അഹമ്മദ് മൗലവി ഹദീസ് ക്രോഡീകരണം എന്ന തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. ഇത്തിരി ദീർഘമുണ്ട്, എങ്കിലും നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഹദീസ് ക്രോഡീകരണത്തെക്കുറിച്ച് അദ്ദേഹം, അപ്പം ഇത് വായിച്ച് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും ഹദീസുകൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അത് എത്ര കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഇവർക്ക് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുത്തതെന്നുള്ളത്. അത് തന്നെയാണ് ഞാൻ വായിക്കാം. ഹദീസുകൾ ക്രോഡീകരിച്ച് ഗ്രന്ഥരൂപത്തിലാക്കുന്നത് ഇന്ന രൂപത്തിലായിരിക്കണമെന്ന് ആദ്യം ആരും നിശ്ചയിച്ചു വച്ചിരുന്നില്ല. അതായത് ഇന്നീ കാണുന്ന പരിഷ്കൃത രൂപത്തിലല്ല ആദ്യകാലങ്ങളിൽ ഹദീസുകൾ ക്രോഡീകരിച്ച് ഗ്രന്ഥരൂപത്തിലാക്കിയിരുന്നത്. ഒരാൾ നബിയിൽ നിന്ന് കേൾക്കുകയോ കാണുകയോ ചെയ്യുന്ന ഹദീസുകൾ അങ്ങ് എഴുതി വയ്ക്കും, അബ്ദുല്ലാഹിബ്നു അംർ ചെയ്ത പോലെ. മറ്റൊരാൾ തിരുമേനിയിൽ നിന്ന് ഹദീസ് കേൾക്കുകയോ കാണുകയോ ചെയ്ത തൻ്റെ ഗുരുവിൽ നിന്ന് കിട്ടിയ ഹദീസുകളെല്ലാം ക്രോഡീകരിച്ച് പുസ്തക രൂപത്തിലാക്കി വയ്ക്കും. ഉദാഹരണം ഹുമാമുബ്നു മുനബ്ബാഫ്. വേറൊരാൾ പല സ്വഹാബികളിൽ നിന്നുമായി കിട്ടിയ ഹദീസുകൾ ആ സ്വഹാബികളുടെ പേരുകളോടുകൂടി എഴുതി വയ്ക്കും. ഇങ്ങനെയാണ് പുസ്തക രൂപവൽക്കരണം ആരംഭിച്ചത്. പിന്നീട് അതിൽ പലരും വ്യത്യസ്ത മാർഗങ്ങൾ കൈക്കൊണ്ടുപോന്നു. ചിലർ ഒരു ഹദീസ് തങ്ങളുടെ ഫത്വകൾ, ഖലീഫമാർ കൽപ്പിച്ച വിധികൾ മുതലായവയോടൊപ്പം എഴുതി വയ്ക്കും. ചിലർ ഹദീസ് ഉദ്ധരിച്ച ശേഷം താബിഉകളുടെയും മറ്റു ചിലർ താബി ഉത്താവുകളുടെയും അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും എഴുതി വയ്ക്കും. പിൽക്കാലങ്ങളിൽ പരിഷ്കാരങ്ങൾ ഓരോന്നായി നടപ്പിൽ വരാൻ തുടങ്ങി. അധ്യായങ്ങളാക്കി വേർതിരിച്ചുകൊണ്ട് ഹദീസുകൾ ക്രോഡീകരിക്കാൻ ആരംഭിച്ചു. മറ്റു ചിലർ ഒരേ അധ്യായത്തിൽ തന്നെ പ്രാബല്യം നോക്കിയിട്ട് ഹദീസുകൾ 2-3 വകുപ്പുകളാക്കി തിരിക്കാൻ തുടങ്ങി. ഉദാഹരണം മിഷ്കാത്ത്. അപ്പോഴേക്ക് ഈ ഹദീസുകൾക്ക് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ആവശ്യമാണെന്ന് കണ്ട് ചിലർ അതിലേക്ക് തിരിഞ്ഞു. അങ്ങനെ 100 കണക്കിന് വ്യാഖ്യാന പുസ്തകങ്ങൾ ഉടലെടുത്തു. ചിലർ ഓരോ പ്രത്യേക വിഷയങ്ങളെക്കുറിച്ചുള്ള ഹദീസുകളാകെ പരിശോധിച്ചെടുത്ത് ശേഖരിച്ച് പുസ്തക രൂപത്തിലാക്കാൻ തുടങ്ങി. പലരും ഒരേ ഗ്രന്ഥത്തിൽ തന്നെ പല ഹദീസുകളും
8ഉം 10ഉം പ്രാവശ്യം ആവർത്തിച്ച് എഴുതാൻ തുടങ്ങി. ചിലയിടങ്ങളിൽ ചുരുക്കമായിട്ടും ചിലയിടങ്ങളിൽ വിസ്തരിച്ചും. ഉദാഹരണം സഹീഹുൽ ബുഖാരി. ഒരു ഹദീസിൽ പല വിഷയങ്ങൾക്കും തെളിവുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ അധ്യായങ്ങളിലെല്ലാം ആ ഹദീസ് ഉദ്ധരിക്കും. അങ്ങനെയാണ് ആവർത്തനം വന്നത്. ഒരേ ഹദീസ് പല റാവികളും റിവായത്ത് ചെയ്യുമ്പോഴും ആവർത്തനം വരും. അവസാനം ഒരു വിഷയത്തെക്കുറിച്ചുള്ള മുഴുവൻ ഹദീസുകളും ഒരു കൊല്ലം ഇരുന്ന് തിരഞ്ഞാൽ പോലും കിട്ടാത്ത മട്ടിലാണ്. ശ്രദ്ധിച്ചു നോക്കണം. ഒരു വിഷയത്തെക്കുറിച്ചുള്ള മുഴുവൻ ഹദീസുകളും ഒരു കൊല്ലം ഇരുന്ന് തിരഞ്ഞാൽ പോലും കിട്ടാത്ത മട്ടിലാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ എത്തിച്ചേർന്നത്. അങ്ങനെ വന്നപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം സംബന്ധിച്ച് ഹദീസിൽ വ്യക്തമായ വിധിയുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പെട്ടെന്ന് തീർത്തു പറയുവാൻ മഹാപണ്ഡിതന്മാർക്ക് പോലും സാധിക്കാത്ത ഒരു ചുറ്റുപാടെത്തി. ഈ വിഷമാവസ്ഥ കണ്ട് മനസ്സിലാക്കിയിട്ട്, മുസ്ലിങ്ങളുടെ ഈ കഷ്ടപ്പാടും ദുരിതവും വിഷമമൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതിന് പരിഹാരമുണ്ടാക്കാൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് മുമ്പിട്ടിറങ്ങിയത് ഇസ്ലാമിക വിദ്യാപ്രേമിയും മഹാപണ്ഡിതനുമായ ഇംഗ്ലീഷുകാരൻ ഫിൻസിംഗാണ്. അദ്ദേഹം ഹദീസുകളുടെ ഇൻഡെക്സ് എന്ന നിലയ്ക്ക് ഒരു വലിയ ഗ്രന്ഥം തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചു. അത് തയ്യാറാക്കാൻ അദ്ദേഹം എത്ര കൊല്ലം അഹോരാത്രം പാടുപെട്ടിട്ടുണ്ടായിരിക്കും, അദ്ദേഹത്തിന് എന്തെല്ലാം വിഷമങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കുമെന്നെല്ലാം ആ ഗ്രന്ഥം, ആ ഇൻഡെക്സ് പരിശോധിക്കുന്നവർക്ക് ഊഹിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. ഇംഗ്ലീഷിലുള്ള ഈ അമൂല്യ ഗ്രന്ഥം കണ്ടപ്പോഴാണ് മുസ്ലിങ്ങൾ കണ്ണു തുറന്നത്. ശ്രദ്ധിച്ച് ഒന്നും കൂടി വായിക്കണേ നിങ്ങൾ. ഇംഗ്ലീഷിലുള്ള ഈ അമൂല്യ ഗ്രന്ഥം കണ്ടപ്പോഴാണ് മുസ്ലിങ്ങൾ കണ്ണു തുറന്നത്. സ്വന്തം മതഗ്രന്ഥം ഉഴഞ്ഞു മറിഞ്ഞ് ഇത്രയും നൂറ്റാണ്ടുകൾ, 1000-ലധികം വർഷം ഇങ്ങനെ കിടന്നിട്ടും ഇവരെ കണ്ണു തുറന്നില്ല. മുസ്ലിങ്ങളുടെ കണ്ണു തുറന്നില്ല. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആരംഭിച്ച ഒരു ക്രിസ്ത്യാനി ഇവരുടെ ഈ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് പാവം തോന്നി. അദ്ദേഹമാണ് ഇത് സഹായിച്ചിട്ട് ഇങ്ങനെ പുസ്തകമാക്കിയത്. നമുക്ക് വീണ്ടും വായിക്കാം. അപ്പോൾ ഏതായാലും ഇങ്ങനെ മുസ്ലിങ്ങൾ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ അവരത് അറബിയിലേക്ക് വിവർത്തനം ചെയ്തിട്ട് മിഫ്താഹു കുനൂസു സിന്ന എന്ന പേരിൽ 1934 ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു. അതായത് 100 കൊല്ലം പോലും ആയിട്ടില്ല എന്നർത്ഥം. അല്ലാമ സയ്യിദ് റഷീദുരിള അവർകൾ ആ ഗ്രന്ഥത്തിന് ഒരു അവതാരിക എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം എഴുതിയ ഒരു വാചകത്തിൽ നിന്ന് ഹദീസിനെ കുറിച്ച് അറബികൾക്ക് എത്ര കണ്ട് പരിജ്ഞാനക്കുറവുണ്ടെന്ന് നമുക്ക് ഗ്രഹിക്കാം. അല്ലാമ റഷീദുരിള പറയുന്നു, ഹദീസുകളെ കുറിച്ച് അറിവുള്ള നമ്മുടെ സഹോദരന്മാരായ ഇന്ത്യൻ പണ്ഡിതന്മാരുണ്ടായിരുന്നില്ലെങ്കിൽ പൗരസ്ത്യ നാടുകളിൽ നിന്ന് ഹദീസ് പരിജ്ഞാനം മാഞ്ഞു പോകുമായിരുന്നു. ഹദീസിനെ കുറിച്ചുള്ള ജ്ഞാനം ഈജിപ്ത്, സിറിയ, ഇറാഖ്, ഹിജാസ് എന്നീ നാടുകളിൽ നിന്ന് ഹിജ്റ 10-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ ക്ഷയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഗ്രന്ഥം അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാക്കി ആണ്. പരിഭാഷയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് ഗ്രന്ഥകർത്താവ് ഫിൻസിംഗ് 5/3/1934 ലീഡനിൽ നിന്ന് അറബിയിൽ എഴുതിയിട്ടുള്ള കത്ത് ഈ പുസ്തകത്തോടൊപ്പം ചേർത്ത് അച്ചടിച്ചിട്ടുണ്ട്. അത് കാണേണ്ടതാണ്. സുനാൻ അബൂദാവൂദ് ആദ്യം അച്ചടിച്ചത് ഇന്ന കൊല്ലത്തിലല്ലേ എന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് പരിഭാഷകൻ ഗ്രന്ഥകർത്താവിന് എഴുതിയിട്ടുണ്ടായിരുന്നു. അക്കൊല്ലമല്ല, ഇന്ന കൊല്ലമാണ് അതൊന്നാമതായി അച്ചടിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഫിൻസിംഗ് മുഹമ്മദ് ഫുആദിനെ തിരുത്തിയിരിക്കുന്നത് ആ കത്തിൽ കാണാം. ഹദീസിന്റെ ചരിത്രത്തെക്കുറിച്ച് മുസ്ലിം പണ്ഡിതന് അജ്ഞാനവും അമുസ്ലിം പണ്ഡിതന് ജ്ഞാനവും. സയ്യൻ അഹമ്മദ് മൗലവി സ്വഹീഹ് ബുഖാരിയുടെ മുഖവുരയിൽ പേജ് 143-144. അപ്പൊ ഇവരുടെ അവസ്ഥ മനസ്സിലായല്ലോ നിങ്ങൾക്കിപ്പോൾ. ഇത് വായിച്ചപ്പോൾ പിടികിട്ടി കാണുമല്ലോ. കൂഴച്ചക്ക കുഴഞ്ഞ പോലെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്നു ഇവരുടെ ഈ ഹദീസുകളൊക്കെ. ഇസ്ലാമിന്റെ 2-ാം പ്രമാണമായി എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുന്ന ഹദീസുകളെ ഒന്ന് ഓർഡറിലാക്കാൻ വേണ്ടി 12 നൂറ്റാണ്ട് കാലത്തോളം മുസ്ലിങ്ങൾ പഠിച്ച പണി 18 നോക്കി. ക്യാ ഫലം, കുച്ച്നഹി. ഇതായിരുന്നു ഇവരുടെ അവസ്ഥ, ഇവരുടെ പ്രമാണങ്ങളുടെ അവസ്ഥ. അവസാനം മുസ്ലിങ്ങളുടെ ഈ ദുസ്ഥിതി കണ്ട് പാവം തോന്നി ഒരു യൂറോപ്യൻ ക്രിസ്ത്യാനിയാണ് അതൊക്കെ ഇന്ന് കാണുന്ന വിധത്തിൽ ഒന്ന് അടുക്കിപ്പെറുക്കി മനുഷ്യർക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാക്കി കൊടുത്തത്. യൂറോപ്യന്മാർക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് ഇപ്പോൾ പല ദാവാ പണ്ഡിതന്മാരും പാടി നടക്കുന്നത്. അവരുടെ ഉസ്താദുമാർ അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? ഈ ചരിത്രമൊക്കെ വന്നവർക്ക് നാണക്കേടല്ലേ, ഇതൊക്കെ പുറത്തെറിഞ്ഞാല് നാണക്കേടല്ലേ. അതുകൊണ്ടാണ് അവർ പറയുന്നത് യൂറോപ്യന്മാർക്കും ക്രിസ്ത്യാനികൾക്കൊന്നും ഇസ്ലാമിനെ കുറിച്ച് ഒരു പിടിയില്ലാന്ന്. പക്ഷെ എന്താണ് സത്യാവസ്ഥ? ഇസ്ലാം മതത്തിന്റെ
രണ്ടാം പ്രമാണമാണ് ഹദീസ് എന്നൊക്കെ ഒരു വലിയ കാര്യത്തിൽ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോളണം. ചക്കക്കൂട്ടാൻ പോലെ അഴകുഴമ്പായി കിടന്നിരുന്ന ഹദീസുകളെ മനുഷ്യർക്ക് മടുപ്പില്ലാതെ വായിക്കാൻ പറ്റുന്ന വിധത്തിൽ ക്രമീകരിച്ചു കൊടുത്തത് പോലും ഒരു യൂറോപ്യനാണ്, ഒരു ക്രിസ്ത്യാനിയാണ് എന്നതാണ് വസ്തുത. ഇപ്പൊ ഈ കാര്യം പറയാൻ ഇവർക്ക് നാണമുണ്ടെങ്കിലും കഴിഞ്ഞ തലമുറ വരെയുള്ള മുസ്ലിങ്ങൾക്ക് ആ കാര്യം പറയുന്നതിലൊന്നും യാതൊരു നാണക്കേടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാരനായ ഫിൻസിംഗ് ആണ് ഹദീസുകളെ മനുഷ്യന് മടുപ്പില്ലാതെ വായിക്കാൻ പറ്റുന്ന വിധത്തിൽ ക്രോഡീകരിച്ചതെന്ന് ശ്രീ CN അഹമ്മദ് മൗലവി സ്വഹീഹ് ബുഖാരിയുടെ മുഖവുരയിൽ തുറന്ന് എഴുതി വെച്ചത്. സ്വന്തം മതത്തിന്റെ പ്രമാണ ഗ്രന്ഥങ്ങൾ പോലും മനുഷ്യന് വായിക്കാൻ പറ്റുന്ന വിധത്തിൽ അടുക്കിപ്പെറുക്കി വെക്കാൻ കഴിയാതെ അതിനും ക്രിസ്ത്യാനികളുടെ സഹായം ആവശ്യമായി വന്നവരാണ്. അതിൻ്റെ ഒന്നും യാതൊരു നന്ദിയും കാണിക്കാതെ ഇപ്പൊ ക്രിസ്ത്യാനികളുടെ നെഞ്ചത്ത് കയറാൻ വന്നിരിക്കുന്നത്. എന്ത് കോമഡിയാണെന്ന് നോക്ക്. ഇന്നത്തെ ഈ ദാവാക്കാർക്കൊക്കെ വായിച്ചാൽ മനസ്സിലാകുന്ന വിധത്തിൽ മുസ്ലിങ്ങളുടെ രണ്ടാം പ്രമാണം ക്രമപ്പെടുത്തി കൊടുത്ത ക്രിസ്ത്യാനികളോട് ഇന്നത്തെ നന്ദി കെട്ട ദാവാക്കാർ വന്നിട്ട് പറയുകയാണ് ക്രിസ്ത്യാനികളുടെ നിങ്ങളുടെ പ്രമാണം തെറ്റാണെന്ന്. ഏത് അവന്റെ പ്രമാണം ഒന്ന് ശരിയായ വിധത്തിൽ അവനും പോലും വായിക്കാൻ പറ്റുന്ന വിധത്തിൽ, വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ അടുക്കിപ്പെറുക്കി കൊടുത്ത ക്രിസ്ത്യാനികളോട് കൊണ്ട് പറയാണ് ക്രിസ്ത്യാനികളുടെ പ്രമാണം തെറ്റാണെന്ന്. നാണവും മാനവും ഉളുപ്പും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം പേരിനെങ്കിൽ അത് ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊന്നും ക്രിസ്ത്യാനികളുടെ പ്രമാണത്തിനെ കുറ്റം പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ നെഞ്ചത്ത് കയറാൻ വരില്ലായിരുന്നു. അപ്പൊ അത് അങ്ങനെ ഒരു സംഗതിയെ നാണവും മാനവും ഉളുപ്പെന്ന് പറയുന്ന സാധനം ഇവർക്ക് ഇല്ല എന്ന് ഉറപ്പാണ്. അതായത് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. sunna.com ഒരു ഹദീസിന് 3 റെഫറൻസ് നമ്പർ കൊടുത്തിരിക്കുന്നതിന്റെ കാരണം ഇതാണ്. ഇമാം ബുഖാരിയോ അല്ലെങ്കിൽ ഇമാം മുസ്ലിമോ അല്ലെങ്കിൽ അബൂദാവൂദ് അങ്ങനെയുള്ളവരൊക്കെ ശേഖരിച്ച് ആദ്യം പുറത്തിറക്കിയ ഹദീസ് സമാഹാരത്തിൽ, ആദ്യം പുറത്തിറക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, കുഴച്ചക്ക കുഴഞ്ഞു മറിഞ്ഞ് കിടന്നത് പോലെ, ചക്കക്കൂട്ടാൻ പോലെ കുഴഞ്ഞു മറിഞ്ഞ് കിടന്നിരുന്ന ആ ഫസ്റ്റത്തെ സാധനം ഉണ്ടല്ലോ, അപ്പോൾ ആ ഹദീസ് സമാഹാരത്തിലുള്ള നമ്പർ അതൊന്നായി കൊടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ ഫിൻസിംഗ് ഇത് അടുക്കിപ്പെറുക്കി ക്രമത്തിലാക്കി കൊടുത്തല്ലോ, അതിൻ്റെ റെഫറൻസ് നമ്പർ. ഇത് രണ്ടും അറബിയിലുള്ള ഗ്രന്ഥങ്ങളാണ്. അപ്പം ഇത് രണ്ടും അറബി റെഫറൻസ്. അത് കഴിഞ്ഞ് മൂന്നാമത്തത് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ റെഫറൻസ് നമ്പർ. അത് ഈ sunna.com അംഗീകരിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് പരിഭാഷയുടെ നമ്പർ. വേറെ പ്രസാധകർ ഇറക്കിയിരിക്കുന്ന ഹദീസ് പരിഭാഷയുടെ നമ്പർ നോക്കിയാൽ ഈ നമ്പറിൽ അത് അവിടെ കാണുകയില്ല. അത് വേറെ കാര്യം, അത് വേറെ നമ്പറിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഏത് പരിഭാഷയിൽ നിന്നാണോ ഹദീസുകൾ ഇവിടെ ഉദ്ധരിക്കുന്നത് അതേ പ്രസാധകരുടെ അതേ എഡിഷനിൽ, അതായത് ഞാനിപ്പോൾ പരിഷ്കരിച്ച 7ാം പതിപ്പ് എന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുന്ന ഇതിൽ നിന്നാണ് വായിക്കുന്നത്. അപ്പം ആ പരിഷ്കരിച്ച 7ാം പതിപ്പിൽ നിന്ന് തന്നെ നിങ്ങൾ നോക്കണം. അതിന് മുമ്പുള്ള 6 പതിപ്പ് വരെ ഉള്ളതിൽ ഏത് വിധത്തിലാണ്, ഇനി 8ാം പതിപ്പിലൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ ഉദ്ധരിക്കുന്ന ഹദീസുകൾ എന്ന് പറയുന്നത്, മലയാളത്തിൽ ഞാൻ ഉദ്ധരിക്കുന്നത് അധികവും ഈ CN അഹമ്മദ് മൗലവി തർജ്ജമ ചെയ്ത് അൽഹുദ ബുക്ക് സ്റ്റാൾ പ്രസിദ്ധീകരിച്ച പരിഷ്കരിച്ച 7ാം പതിപ്പായിട്ട് ഇറക്കിയിരിക്കുന്ന ആ എഡിഷനിലുള്ളതാണ്. അതിൽ നിങ്ങൾ പോയി നോക്കണം. ഞാൻ പറയുന്ന ഹദീസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു സാധനത്തിൽ തന്നെ ചെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. എങ്കിലേ ഞാനിവിടെ പറയുന്ന ഹദീസ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റൂ. അതെൻ്റെ കുഴപ്പമല്ല മുസ്ലിങ്ങളെ, എൻ്റെ കുഴപ്പമല്ല. നിങ്ങളെ എന്നും കുന്നും ഇസ്ലാം മതത്തിൽ തന്നെ തളച്ചിടാൻ വേണ്ടി നിങ്ങളുടെ പണ്ഡിതന്മാർ ചെയ്യുന്ന നെറികേട് കൊണ്ട് സംഭവിക്കുന്നതാണിത്. മതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ പലതും നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് ഉള്ളത് കൊണ്ടാണ് അവർ സ്വന്തം മതഗ്രന്ഥത്തിൻ്റെ പരിഭാഷകളിൽ പോലും ഇതുപോലെയുള്ള തരികിടകൾ കാണിക്കുന്നത്. നിങ്ങളുടെ പണ്ഡിതന്മാർ കാണിക്കുന്ന ഈ വിധമുള്ള തരികിടയ്ക്ക് ഞാൻ ഒരു വിധത്തിലും ഉത്തരവാദിയല്ല. അതുകൊണ്ട് നിങ്ങളുടെ ദേഷ്യം എന്നോട് കാണിച്ചിട്ട് കാര്യമില്ല. അവനാ കോയാന്ന് പറഞ്ഞവൻ പറഞ്ഞ് തന്തയ്ക്ക് പറഞ്ഞവൻ ഇത് വിശദീകരിച്ചു കൊടുക്കണമെന്നൊക്കെ. നമ്മളെ അപ്പനമ്മയ്ക്കും വിളിച്ചിട്ട് ഒരു പ്രയോജനമില്ല സുഹൃത്തെ. നിങ്ങൾക്ക് അങ്ങനെ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ പോയിട്ട് നിങ്ങളുടെ ഉസ്താദുമാരോട് ചോദിക്കും, പണ്ഡിതന്മാരോട് പോയി ചോദിക്കും, ഉസ്താദെ എന്താണ് ഉസ്താദെ ഞമ്മക്ക് മാത്രം ഇങ്ങനെ ഒരു ഗതികേട് വന്നു പെട്ടത്? നമ്മുടെ 2ാം പ്രമാണമായ ഹദീസുകളൊക്കെ ഓരോരോ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ 3ൽ 2 ഭാഗവും വെട്ടിക്കളയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഉസ്താദെ? പരിഭാഷപ്പെടുത്തുന്ന ആ 3-1 തന്നെ യാതൊരു ക്രമവുമില്ലാതെ ഓരോ കൂട്ടരും ഓരോരോ റെഫറൻസ് നമ്പറുകളായി പരിഭാഷപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഉസ്താദെ? ഞങ്ങളൊക്കെ അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യങ്ങളാണ് ഉസ്താദെ ഞമ്മൻ്റെ മുത്തുനബിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്? നിങ്ങൾ ധൈര്യപൂർവ്വം ഒന്ന് ചോദിക്കാൻ ശീലിക്കുക മുസ്ലിങ്ങളെ. നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങളുടെ പണ്ഡിതന്മാരോട് ചോദിക്കാൻ ശീലിക്കുക. അങ്ങനെ ചോദിക്കാൻ ധൈര്യപ്പെടാത്ത കാലത്തോളം നിങ്ങൾ ഈ അടിമത്തത്തിൽ നിന്ന് ഒരിക്കലും കരകയറാൻ പോകുന്നില്ല. ഒരിക്കലും. സ്വന്തം പ്രമാണഗ്രന്ഥങ്ങൾ പോലും നിങ്ങൾ വായിക്കരുതെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടമാണ് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം കള്ളം പറഞ്ഞാണ് നിങ്ങളെ
അവർ ഈ മതത്തിനകത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഈ പണ്ഡിതന്മാരെ, ഹാരിസ് മദനി അടക്കമുള്ള നിങ്ങളുടെ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യാതെ ഈ അടിമത്തത്തിൽ നിന്ന്, ഈ അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരികയില്ല. പിശാച് കുരുടാക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ആന്തരിക ദൃഷ്ടികൾ ഒരിക്കലും പ്രകാശിക്കാൻ പോകുന്നില്ല ഈ വിധത്തിൽ തുറന്നാൽ. നിങ്ങൾ ചോദ്യം ചെയ്യണം. എന്തുകൊണ്ട് ഞാൻ ഈ മതത്തിൽ വിശ്വസിക്കുമ്പോൾ ആ മതത്തിൻ്റെ പ്രവാചകനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ അത് വായിച്ച് മനസ്സിലാക്കരുതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതത്തിൻ്റെ പ്രവാചകൻ്റെ ചരിത്രം ഞാൻ വായിച്ച് മനസ്സിലാക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിക്കാത്ത കാലത്തോളം നിങ്ങൾ ഈ അടിമത്തത്തിൽ രക്ഷപ്പെടുകയേ ഇല്ല. ഇത് ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ടാണ്. ഈ മാനവരിൽ മഹോന്നതൻ എന്നൊക്കെ പറഞ്ഞ് ഉസ്താദുമാർ ഇങ്ങനെ പള്ളിയിൽ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ആ പ്രസംഗിക്കുന്നൊന്നുമല്ല യാഥാർത്ഥ്യം. ആ പ്രസംഗിക്കുന്നത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഈ പുസ്തകത്തിൽ 2152 ഹദീസ് അല്ല ഉണ്ടാവുക. ഏറ്റവും കുറഞ്ഞത് 5333 ഹദീസ്, ഏറ്റവും കുറഞ്ഞത് ആവർത്തനമൊക്കെ ഒഴിവാക്കി കളഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ചാൽ പോലും 5333 ഹദീസ് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അവരുടെ പ്രസംഗം മാത്രം കേട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ട് കളയരുത്, ജീവിതം കോഞ്ഞാട്ടയാക്കരുത്. ഞങ്ങളെ നോക്ക്, ക്രിസ്ത്യാനികൾക്ക് യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കാൻ ഒരു മടിയുമില്ല. എവിടെയും ഞങ്ങൾ യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കും. യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ലജ്ജയുമില്ല. ഞങ്ങൾ ഒരു ലജ്ജയുമില്ലെന്ന് മാത്രമല്ല, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇനി ഒട്ടും ലജ്ജ ഉണ്ടാകാനും പോകുന്നില്ല. കാരണം ഞങ്ങൾ ലജ്ജിക്കേണ്ടതായ യാതൊരു പ്രവൃത്തിയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്തിട്ടില്ല. അവൻ നല്ലവനാണ്, നന്മ ചെയ്യുന്നവനാണ്. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് അറിയിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ അഭിമാനമല്ലാതെ അപമാനം ഒരിക്കലും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായി ലോകത്തിന് മുമ്പിൽ കിടക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്നും ഒളിക്കാനോ മറയ്ക്കാനോ യാതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രങ്ങളായ സുവിശേഷങ്ങൾ അച്ചടിച്ച് സൗജന്യമായി ഞങ്ങൾ വിതരണം ചെയ്യുന്നത്. ഈ സുവിശേഷം അച്ചടിക്കാൻ വേണ്ടിയാണ് ലോകത്ത് പല ഭാഷകളിലും ലിപി മിഷണറിമാർ കണ്ടുപിടിച്ചത് തന്നെ. വ്യാകരണ ഗ്രന്ഥങ്ങൾ മിഷണറിമാർ ഇറക്കിയത് ഈ സുവിശേഷം ആ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ ആ നാട്ടുകാർക്ക് അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണമെന്നുള്ളത് കൊണ്ടാണ്. കാരണം യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഈ പൊതുജനത്തിൽ നിന്ന് മറച്ചു വെക്കേണ്ടതായ യാതൊന്നുമില്ല. ഞങ്ങൾക്ക് അപമാനകരമായി തോന്നുന്ന യാതൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത്രയും. നിങ്ങൾ ഭാഷകളുടെ ചരിത്രം പഠിച്ചാൽ മതി. ഇന്ത്യയിൽ തന്നെയുള്ള ഭാഷകളുടെ ചരിത്രം നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ഏതൊക്കെ ഭാഷകൾ മിഷണറിമാർ ലിപി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഏതൊക്കെ ഭാഷകളിൽ വ്യാകരണ ഗ്രന്ഥം മിഷണറിമാർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. മലയാള ഭാഷയുടെ കാര്യം തന്നെ നിങ്ങൾ നോക്ക്, മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് വേറൊരു നാട്ടിൽ ചെന്ന് അവിടുത്തെ ഭാഷ ലിപി ഇല്ലാത്ത ഭാഷയാണെങ്കിൽ അവിടെ ലിപി ഉണ്ടാക്കുന്നു, ശരിയായിട്ടുള്ള വ്യാകരണമൊന്നും ഇല്ലാത്ത ഭാഷയാണെങ്കിൽ അവർക്ക് വ്യാകരണമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഭാഷ കൃത്യമായിട്ട് ക്രമപ്പെടുത്തി കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവർ മലയാള പരിഭാഷ, ഈ ബൈബിളിൻ്റെ മലയാള പരിഭാഷ അവർ ആരംഭിച്ചത്. അല്ലെങ്കിൽ ഓരോ നാട്ടിൽ ചെന്നിട്ട് ആദ്യം തന്നെ അവിടുത്തെ ഭാഷ ശരിയാക്കിയതിന് ശേഷമാണ് അവർ പിന്നെ ആ ഭാഷയിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് അറിയാമോ? എന്തുകൊണ്ടാണെന്നറിയാമോ? യേശു ക്രിസ്തുവിനെ കുറിച്ച് ആ ജനങ്ങൾ അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ ജനങ്ങളോട് അറിയിക്കുന്നതിൽ ഒന്നും ഞങ്ങൾ മറച്ചു വയ്ക്കാതെ തിരുവചനത്തിൽ എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ തന്നെ ഞങ്ങൾ ആ മനുഷ്യരുടെ മുമ്പാകെ, ഏതൊരു മനുഷ്യരുടെ മുമ്പാകെയും ഞങ്ങൾ അറിയിക്കാൻ ഒരു വിഷമവും ഇല്ലാത്തവരാണ്. എന്നാൽ മുസ്ലിങ്ങളെ നിങ്ങളുടെ സ്ഥിതി അങ്ങനെയല്ല. നിങ്ങളുടെ മുഹമ്മദിനെ കുറിച്ച്, നിങ്ങളുടെ പ്രവാചകനെ കുറിച്ച് നിങ്ങൾ പോലും ഒന്നും അറിയരുതെന്നാണ് നിങ്ങളുടെ പണ്ഡിതന്മാർ ആഗ്രഹിക്കുന്നത്. അവർ പ്രസംഗിച്ചു തരുന്നതല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ഒറിജിനൽ സോഴ്സിൽ പോയിട്ട് ആ പ്രമാണങ്ങളിൽ നിന്ന് നിങ്ങൾ അറിയരുത്. ഇനി ആ പ്രമാണങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ തന്നെ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രം, അതിൻ്റെ അപ്പുറത്ത് മുഹമ്മദിനെ കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം നിങ്ങൾ അറിയരുതെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ അപമാനിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കള്ളം പറയേണ്ടി വരും. യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് അപമാനിക്കണമെങ്കിൽ ഞങ്ങളുടെ പ്രമാണമായ ബൈബിളിൽ ഇല്ലാത്തത് നിങ്ങൾ പറയേണ്ടി വരും. യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് അപമാനിക്കണമെന്നാണെങ്കിൽ ബൈബിളിനെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ മാത്രമേ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെതിരെ അപവാദം പറയാൻ പറ്റുകയുള്ളൂ. സത്യം പറഞ്ഞ് നിങ്ങൾക്കൊരിക്കലും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അപമാനിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ മുഹമ്മദിൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. കള്ളം പറഞ്ഞുകൊണ്ട് മാത്രമേ നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾക്ക് മുഹമ്മദിനെ നല്ലവനാക്കി കാണിക്കാൻ പറ്റൂ. നിങ്ങളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ മുഹമ്മദിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് മാത്രമേ
പൊതുജനങ്ങൾക്ക് മുമ്പാകെ മുഹമ്മദ് മാനവരിൽ മഹോന്നതനാണെന്ന് നിങ്ങൾക്ക് വാദിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ സെൻസർ ചെയ്ത് മാത്രമേ മുഹമ്മദ് നല്ല മനുഷ്യനായിരുന്നു എന്ന് നിങ്ങളുടെ മതത്തിലെ വിശ്വാസികളെ പോലും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. പൊതുജനങ്ങൾക്ക് മുമ്പാകെ മുഹമ്മദിന് അപമാനം വരുത്തണം എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അയാൾ യാതൊരു നുണയും പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആധികാരിക പ്രമാണ ഗ്രന്ഥങ്ങൾക്കകത്ത് നിങ്ങളുടെ ആളുകൾ തന്നെ എഴുതി വച്ചിരിക്കുന്ന സംഭവങ്ങൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വായിച്ചാൽ മാത്രം മതി പരിഷ്കൃതരായ മനുഷ്യരുടെ മുമ്പിൽ മുഹമ്മദ് അപമാനിതനായി തീരും. നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഗൗരവമുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് അപമാനിക്കണമെന്നുണ്ടെങ്കിൽ കള്ളം പറഞ്ഞു മാത്രമേ നിങ്ങൾക്കത് സാധിക്കുകയുള്ളൂ. എന്നാൽ മുഹമ്മദിൻ്റെ കാര്യത്തിൽ അത് നേരെ തിരിച്ചാണ്. മുഹമ്മദിനെ കുറിച്ച് ഇസ്ലാമിൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന സത്യം മാത്രം പറഞ്ഞാൽ മതി. ധാർമ്മിക ബോധമുള്ള മനുഷ്യരുടെ മുമ്പാകെ മുഹമ്മദ് അപമാനിതനായി തീരും. ആ മുഹമ്മദിനെ പിന്തുടരുന്ന മുസ്ലിങ്ങളും അപമാനിതനായി തീരും. ഇത് വളരെ വലിയ ഒരു വ്യത്യാസമാണ്. നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണിത്. മുസ്ലിങ്ങളെ, നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ തുറന്നു പറയുന്നത്. നിങ്ങൾ നാശത്തിലേക്ക് പോകരുതെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. ഇത് ചുമ്മാ വന്നിരുന്ന് ഇങ്ങനെ നേരം പോക്കിനോ തമാശയ്ക്കോ വേണ്ടി പറയുന്നതല്ല. നല്ല റിസ്ക് എടുത്തിട്ട് തന്നെയാണ് പറയുന്നത്. ജീവന് റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. ചുമ്മാ പോയിട്ട് അങ്ങ് ജീവൻ കളയാൻ ഞാൻ ഭ്രാന്തനൊന്നുമല്ല. ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യാൽ രക്തസാക്ഷിയായി തീരാമെന്ന് ഞാൻ ഒരിടത്തും നേർച്ചയൊന്നും നേർന്നിട്ടില്ല. എന്നിട്ടും എൻ്റെ ജീവനെ വിലയേറിയതായി കണക്കാക്കാതെ ഞാനിതൊക്കെ വിളിച്ചു പറയുന്നത്, മുസ്ലിങ്ങളെ, നിങ്ങൾ നാശത്തിലേക്ക് പോകരുത്, നിങ്ങൾ നരകത്തിലേക്ക് പോകരുത്. എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവിന് നിങ്ങളുടെ നാശത്തിൽ യാതൊരു താല്പര്യവുമില്ല. നിങ്ങൾ ആത്മരക്ഷ പ്രാപിക്കണമെന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ നന്മയിൽ താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാനിതൊക്കെ നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്. ഇത്രയും കാലം പോയത് പോട്ടെ, ഇനിയെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കുക. ബുദ്ധി ഉറയ്ക്കാൻ പ്രായമാകുന്നതിന് മുമ്പേ മാനവരിൽ മഹോന്നതനെന്ന് പറഞ്ഞ് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത പണ്ഡിതന്മാർ എന്തുകൊണ്ടാണ് ഈ മഹോന്നതനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന നിങ്ങളുടെ പ്രമാണ ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ അതിൻ്റെ 2/3 ഭാഗങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. മുസ്ലിങ്ങളെ, സ്വയം ചിന്തിക്കുക. നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ശത്രുവായവൻ നിങ്ങളെ വഞ്ചിക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ അവസരം കൊടുക്കാതിരിക്കുക. സാത്താൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചുകൊണ്ട് വരുമെന്ന് ബൈബിൾ മുന്നറിയിപ്പ് തരുന്നുണ്ട്. ആ മുന്നറിയിപ്പ് നിങ്ങൾ മുഖവിലയ്ക്കെടുക്ക്. മുഹമ്മദിൻ്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ ഒരു ദൂതൻ, ആകാശത്തുനിന്ന് വന്നൊരു ദൂതൻ മുഹമ്മദിൻ്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ജിബ്രീൽ. അത് യഥാർത്ഥത്തിൽ സത്യദൈവത്തിൽ നിന്ന് തന്നെ വന്ന ദൂതനാണോ അതോ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചു വന്ന പിശാചാണോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്, ചിന്തിച്ചു നോക്ക്. നിങ്ങൾ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചു വന്നിരിക്കുന്ന പിശാച് യേശു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം കാണാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ കണ്ണുകളെ കുരുടാക്കി വച്ചിരിക്കുകയാണ്. ആ അന്ധതയിൽ നിന്നും നിങ്ങൾ പുറത്തു വരണമെന്ന അദമ്യമായ ആഗ്രഹം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങളിത് ഇത്ര റിസ്ക് എടുത്ത് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ മുസ്ലിം സുഹൃത്തുക്കളെ, തുറന്ന മനസ്സോടുകൂടെ നിങ്ങൾ സത്യം അന്വേഷിക്കുക. നിങ്ങൾ സത്യം അറിയുമ്പോൾ ആ സത്യത്തിനെ നിങ്ങൾ അനുസരിക്കാൻ മനസ്സ് വച്ചാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ അറിയുമ്പോൾ, യേശു ക്രിസ്തു എന്ന സത്യത്തെ നിങ്ങൾ അറിയുമ്പോൾ, ആ സത്യം യേശു ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. ക്രിസ്തു നിങ്ങൾക്ക് വരുത്തുന്ന സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം. പിശാചിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മരണഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം നിങ്ങൾക്ക് ക്രിസ്തുവിൽ മാത്രം ലഭിക്കുന്ന അസുലഭ സൗഭാഗ്യങ്ങളാണ്. മറ്റൊരിടത്തു നിന്നും നിങ്ങൾക്ക് ഇത് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിലുള്ള സാക്ഷാൽ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിച്ചറിയണം എന്ന് ഞങ്ങൾ പറയുന്നത്. ആ സ്വാതന്ത്ര്യം ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, യേശു ക്രിസ്തു നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കുരിശിൽ മരിച്ചതെന്നും നിങ്ങളുടെ നീതീകരണത്തിന് വേണ്ടിയാണ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതെന്നും വിശ്വസിക്കുകയും ഈ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുക. ആ നിമിഷം
യേശു ക്രിസ്തു നിങ്ങളുടെ പാപം മോചിച്ചു തരും. നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശികളായിത്തീരും. പാപമോചനം പ്രാപിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളായിത്തീരും. നിത്യജീവൻ ഉള്ളവരായി നിങ്ങൾ മാറും. ഇത് വളരെ ലളിതമായ കാര്യമാണ്. ഇതാണ് ബൈബിൾ പറയുന്ന സുവിശേഷം എന്ന് പറയുന്നത്. മറ്റുള്ളവനെ കൊന്നാ സ്വർഗം കിട്ടുമെന്നല്ല. ഇന്ത്യയെ ആക്രമിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്ന ഹദീസുണ്ട്. അതുപോലെ റോമിനെ ആക്രമിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്ന ഹദീസുകൾ മുഹമ്മദ് പഠിപ്പിച്ചതാണ്. സമുദ്രത്തിൽ കയറി യുദ്ധം ചെയ്താൽ സ്വർഗം. ഇസ്ലാമിൻ്റെ പാപമോചനങ്ങളൊക്കെ ഭയങ്കര വിചിത്രമാണ്. ഒരു പരിഷ്കൃത മനുഷ്യന് ഒരിക്കലും അനുവർത്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ പാപമോചനത്തിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇതൊന്നുമല്ല. ഏതൊരുത്തനും, നിങ്ങൾ രോഗിയാണോ, ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തേക്കൊന്നും പോകണ്ട. ദൈവം നിങ്ങളുടെ ഹൃദയം അറിയുന്നു. നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേക ഭാഷയും പഠിക്കണ്ട. സർവജ്ഞാനിയായ ദൈവത്തിന് ലോകത്തുള്ള സകല ഭാഷകളും അറിയാം. അപ്പോൾ അങ്ങനെ യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളായി തീരാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ദൈവപുത്രനായ യേശു ക്രിസ്തു നമ്മളെല്ലാവരെയും ഈ കൊറോണ കാലത്ത് അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. അവൻ്റെ നാമം മാത്രം എന്നുമെന്നും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.